നോക്കൂ, ഒരു പക്ഷേ ഒരു സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നു, നിങ്ങൾ കരയുന്നു, നിങ്ങളുടെ കണ്ണ് നിറയുന്നു എങ്കിൽ എന്താണ് അതിനർത്ഥം? ഇനി അതല്ല, സന്തോഷം പ്ലസ് സംതൃപ്തി പ്ലസ് സമാധാനം പ്ലസ് സൗഭാഗ്യങ്ങൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും വളരെ സന്തോഷകരമായ, വളരെയധികം ആനന്ദകരമായ, വളരെയധികം സമൃദ്ധമായ ഒരു മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അതേ മാനസികാവസ്ഥയെ പിന്തുടർന്നുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലി നോക്കൂ. നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദുഃഖങ്ങളും ആകസ്മികമായിട്ടുള്ള മറ്റ് അസ്വസ്ഥതകളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എന്ന്. ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കാത്തതൊന്നും നിങ്ങളിലേക്ക് വന്നു ചേരില്ല, അല്ലേ? അതായത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, ആ ചിന്തകൾ മാത്രമാണ് മറ്റൊരിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ അനുഭവങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നത് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നല്ലതല്ലാത്ത ഒരു അനുഭവം ഒരിക്കലും ആരും പ്രതീക്ഷിക്കില്ല. അതൊരു രോഗമാകാം, ഒരു സംഭവമാകാം, ഒരു സാഹചര്യമാകാം, എന്തുമാകാം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും ഉചിതമല്ലാത്ത വ്യക്തികളുമെല്ലാം ജീവിതത്തിലേക്ക് ആകസ്മികമായിട്ട് വന്നെത്തുന്നത് എന്നുള്ളത്? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? നിങ്ങളിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ് പിന്നീട് അനുഭവങ്ങളായിട്ടും സാഹചര്യങ്ങളായിട്ടും വ്യക്തികളായിട്ടും എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് എന്ന്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം കടന്നു പോകുന്ന ചിന്തകൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതായത് ബോധപൂർവമല്ലാതെ നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകളും പിന്നീട് അനുഭവങ്ങളായിട്ടും വ്യക്തികളായിട്ടും സാഹചര്യങ്ങളുമായിട്ട് വരാം. അത് നല്ലതായാലും ശരി, അതല്ലെങ്കിലും ശരി, ഏതായാലും എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, നമ്മളിലൂടെ കടന്നു പോകാത്ത ചിന്തകൾ ഒരിക്കലും സംഭവങ്ങളായിട്ടോ സാഹചര്യങ്ങളായിട്ടോ വ്യക്തികളായിട്ടോ അനുഭവങ്ങളായിട്ടോ നമ്മളിലേക്ക് വരില്ല എന്നുള്ളത് തന്നെ. ഇവിടെ വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം നോക്കൂ, ഒരു പക്ഷേ ഒരു സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കഥ വായിച്ചിട്ട് നിങ്ങൾക്ക് സങ്കടം വരുന്നു, നിങ്ങൾ കരയുന്നു, നിങ്ങളുടെ കണ്ണ് നിറയുന്നു എങ്കിൽ എന്താണ് അതിനർത്ഥം? നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം, അത് കേവലം ഒരു കഥാകാരൻ്റെ ഭാവനയിൽ വിടർന്ന ഒരു കഥാപാത്രം മാത്രമാണ്. ആ കഥാപാത്രം അദ്ദേഹം എന്ന് പറഞ്ഞാൽ കഥാകാരൻ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നും സൃഷ്ടിച്ച ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ഒരു രംഗം അവിടെ ഉണ്ടാകുന്നത്, അല്ലേ? ഇത് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അതല്ലാതെ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വേദനയല്ല. പക്ഷേ എങ്കിൽ പോലും അത് കഥയാണ്, കഥാപാത്രമാണ് എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, അതല്ലെങ്കിൽ ബോധപൂർവമല്ലാതെ ആണെങ്കിൽ പോലും ആ തിരിച്ചറിവ് ഒരു ചെറിയ സമയത്തേക്കെങ്കിലും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടം വരുന്നത്, നിങ്ങളുടെ കണ്ണ് നിറയുന്നത്. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് വെറുമൊരു കഥാപാത്രത്തിൻ്റെ സങ്കടം കണ്ടതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ അനുഭവം അല്ലെങ്കിൽ ആ രോഗം അല്ലെങ്കിൽ ആ സാഹചര്യം അത് എനിക്ക് സംഭവിച്ചതായിരുന്നെങ്കിൽ എന്ന് കരുതി അത് ഭാവനയിൽ കണ്ട് ആ കഥാപാത്രത്തിൻ്റെ സ്ഥാനത്ത് അവനവനെ കണ്ടുകൊണ്ട് കൂടിയാണ് വ്യക്തികൾ ഈ വിധത്തിൽ സങ്കടം വരുന്നതും കരയുന്നതുമെല്ലാം, അല്ലേ? അവിടെ നമ്മൾ പ്രതീക്ഷിക്കാതെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. എന്താ അത്? നമ്മൾ അറിയാതെ തന്നെ വൈകാരികമായിട്ടുള്ള തീഷ്ണത ഉണ്ടാകുന്നു. ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വളരെ കൃത്യമായിട്ടറിയാം, വൈകാരിക ഭാവങ്ങളുടെ തീഷ്ണതയിൽ നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ മാനിഫെസ്റ്റേഷന് വിധേയമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നുള്ളത്. ഇവിടെയും സ്വാഭാവികമായിട്ടും അത് തന്നെ സംഭവിക്കും, അല്ലേ? നമ്മൾ പോലും അറിയാതെ നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ വിധത്തിലുള്ള പ്രതികൂല ചിന്തകൾ പിന്നീട് അനുഭവങ്ങളായിട്ട് തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയും സാഹചര്യവും വളരെ വളരെ കൂടുതലാണ്. ഇതാണ് നമ്മളൊരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, ആഗ്രഹിക്കാത്ത സംഭവങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളുമൊക്കെ ജീവിതത്തിലേക്ക് വരുന്നു, സംഭവിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ ഈ വിധത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ വളരെ മുൻപ് തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏത് വിധത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അവിടെ അതിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എപ്പോഴും വളരെയധികം സന്തോഷത്തോടു കൂടിയായിരിക്കണം.
നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വൈകാരിക ഭാവങ്ങളോടുകൂടി നമ്മളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ മാനിഫെസ്റ്റേഷന് വിധേയമാകുമെന്ന്, അല്ലേ? അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ എന്തായാലും ശരി, പല വ്യക്തികളും കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. സങ്കടത്തിൻ്റെ പാരമ്യതയിലെത്തിക്കൊണ്ട് കണ്ണു നിറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മളെല്ലാം കണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും പലരും പറയാറുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കാൻ ദൈവത്തിനാവില്ല എന്ന്. അതിൻ്റെ കാരണം ഇതാണ്, ദൈവം കേൾക്കുന്നോ ദൈവം നടത്തി തരുന്നോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അവനവൻ്റെ മനസ്സിന് ഈ ഒരു കാര്യം സാധ്യമാകുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അവിടെ വൈകാരികമായ ഭാവം കടത്തിവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ അവിടെയും ഈ വിധത്തിൽ സങ്കടം എന്നുള്ള വൈകാരിക ഭാവത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നടക്കുന്നതിനോടൊപ്പം തന്നെ സങ്കടം എന്നുള്ള വൈകാരിക അവസ്ഥ നിങ്ങളിൽ നിലനിൽക്കാനും, അല്ലെങ്കിൽ ആ സങ്കടമെന്നുള്ള വൈകാരിക ഭാവം നിങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുമെല്ലാം സാധ്യതകളുണ്ട്. ഈ വിധത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് കാര്യം നേടുന്ന പല വ്യക്തികളുടെയും വ്യക്തിജീവിതത്തെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് സങ്കടമൊഴിഞ്ഞിട്ടുള്ള സമയമുണ്ടാവില്ല. ഒരു കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും മറ്റൊന്നിലേക്ക് അവരുടെ സങ്കടവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം. ഇനി ഇപ്പോൾ ഇത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ അടുത്ത് ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി മറ്റാരുടെയോ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ചേർന്നു അത്രേ. അപ്പോൾ അവിടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴെല്ലാം കരഞ്ഞുകൊണ്ട് പറയുന്ന വിധത്തിൽ ഒരു പരിശീലനം സംഘടിപ്പിച്ചു അത്രേ. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അല്ലെങ്കിൽ നന്ദി പറയുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പറയുക, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കരയുന്നതിന് സമാനമായിട്ട് നന്ദി പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം, അതിലൂടെ എന്താണ് സംഭവ്യമാകുന്നത് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ആ വിധത്തിൽ ചെയ്തപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പലർക്കും ഒരു ആശ്വാസം കിട്ടി, ഒരു സമാധാനം കിട്ടി എന്നെല്ലാം ഫീഡ്ബാക്കിൽ പറയുകയും ചെയ്തിരുന്നു അത്രേ. എന്താണ് ഇവിടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്ന് കാര്യം ഇത്രയേ ഉള്ളൂ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു വൈകാരിക ഭാവത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും അതിൻ്റെ മാനിഫെസ്റ്റേഷൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഈ വിധത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണോ, എനിക്കത് തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പറയണോ, അതിൻ്റെ ആവശ്യമുണ്ടോ? കരഞ്ഞുകൊണ്ട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. മാത്രമല്ല, ആ വിധത്തിൽ നന്ദി പറയുകയോ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുകയാണ് എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതിന് സമാനമായിട്ട് വിഷാദം എന്നുള്ള വൈകാരിക ഭാവം നിങ്ങളിൽ സ്ഥായിയായിട്ട് മാറാനും സാധ്യതയുണ്ട്. അതായത് ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുമ്പോഴും ഈ വിഷാദം എന്നുള്ള വൈകാരിക ഭാവം, സങ്കടം എന്നുള്ള വൈകാരിക ഭാവം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോവില്ല. അങ്ങനെ വേണോ? അങ്ങനെ വേണമെങ്കിൽ ആകാം. ഈ വിധത്തിൽ ഏതെങ്കിലും സാഹചര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി അതല്ല, സന്തോഷം പ്ലസ് സംതൃപ്തി പ്ലസ് സമാധാനം പ്ലസ് സൗഭാഗ്യങ്ങൾ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും വളരെ സന്തോഷകരമായ, വളരെയധികം ആനന്ദകരമായ, വളരെയധികം സമൃദ്ധമായ ഒരു മാനസികാവസ്ഥ നിലനിർത്തിക്കൊണ്ട് അതേ മാനസികാവസ്ഥയെ പിന്തുടർന്നുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചൊല്ലി നോക്കൂ. ഗംഭീരമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്കുണ്ടാകും. ഇനി നേരത്തെ പറഞ്ഞ പരിശീലനത്തിൽ ഒരു ഗ്രൂപ്പായിട്ട് ഈ വ്യക്തികൾ ഈ വിധത്തിൽ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിന് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞപ്പോൾ കുറേ പേർക്കെങ്കിലും ഒരു സമാധാനം കിട്ടി എന്ന് പറഞ്ഞില്ലേ? പക്ഷെ മനസ്സിലാക്കൂ, ആ സമാധാനം എന്ന് പറയുന്നത് ശാശ്വതമല്ല. ഒന്നും ശാശ്വതമല്ല എങ്കിൽ പോലും അവിടെ നമ്മൾ കണ്ട സമാധാനം ശാശ്വതമായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു കരച്ചിലിന് ശേഷം ഒരു ശാന്തതയും സമാധാനവും മനസ്സിലുണ്ടാവുക എന്നുള്ളത് സാധാരണമാണ്. പക്ഷെ അതിൻ്റെ ആയുസ് എത്രമാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇനി തീരുമാനിക്കാം ഏത് വിധത്തിലാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത്, ഏത് വിധത്തിലാണ് ലോ ഓഫ് അട്രാക്ഷൻ കൃത്യമായിട്ട് പരിശീലിക്കേണ്ടത്, ഏത് വിധത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതെല്ലാം. ഇതിനെല്ലാം അവസാനം ഒന്നുകൂടി പറയാം, നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഏതവസ്ഥയാണോ വേണ്ടത്, അത് ആ അവസ്ഥ നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്നിടത്തോളം സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ആനന്ദത്തോടുകൂടി ആഗ്രഹിക്കുക. അതായിരിക്കും ഈ വിധത്തിലുള്ള എല്ലാ വൈകാരിക ഭാവങ്ങളോടും ഒപ്പം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്.
ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത്, എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്, അതിന് മേമ്പൊടി എന്താണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആധികാരികമായ ഒരു പരിശീലനത്തിലൂടെ കാര്യകാരണ സിദ്ധാന്തങ്ങൾ സഹിതം അറിയണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ വളരെ ഗംഭീരവും മനോഹരവും ഇതിനോടകം തന്നെ ഒട്ടനവധി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ കോഴ്സുണ്ട്. 21 ദിവസമാണ് അതിൻ്റെ കാലാവധി. അതിൻ്റെ രീതി ഇങ്ങനെയാണ്: ഓരോ ദിവസവും അരമണിക്കൂറിനും 1 മണിക്കൂറിനും ഇടയിലുള്ള ഓഡിയോ നോട്ട്സ്, പിന്നെ അതിനാനുപാതികമായിട്ടുള്ള മലയാളം PDF-കൾ, ഇമേജുകൾ ഇതെല്ലാം നിങ്ങൾക്ക് തരും. അത് സൗകര്യം പോലെ സമയത്തിനനുസരിച്ച് കേൾക്കാം. പിന്നെ അതിലുണ്ടാകുന്ന സംശയങ്ങൾ വാട്സപ്പിലൂടെയോ ഫോണിലൂടെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഈ വിധത്തിലാണ് ഈ ഒരു ട്രെയിനിങ് സാന്ത്വനം മൈൻഡ് കെയർ എന്നുള്ള ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് ലഭിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ പ്ലേ സ്റ്റോറിൽ എത്തിയതിന് ശേഷം സാന്ത്വനം മൈൻഡ് കെയർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിശീലനങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ, പാരാസൈക്കോളജി, മെൻ്റലിസം, ഹിപ്നോസിസ് തുടങ്ങി ധാരാളം പരിശീലനങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ധാരാളം മെഡിറ്റേഷനുകൾ ഇതെല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാതെ തന്നെ, ബൈ ചെയ്യാതെ തന്നെ ഇതിലെല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ടുള്ള ധാരാളം മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കേൾക്കാം. ഏതൊരു ട്രെയിനിങ് ആയാലും ശരി, അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാതെ തന്നെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ സൗജന്യമായിട്ട് കേൾക്കാൻ സാധിക്കും. ഇനി നിങ്ങളൊരു ഐഫോൺ ഉപഭോക്താവാണ് എങ്കിൽ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഒരു കോഡ് ചോദിക്കും. അത് ചോദിക്കുന്ന സമയത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കോഡ് കൊടുത്തുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ ഇമെയിൽ ID-യും പേരും കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കും ഇത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ആവശ്യമുള്ള കോഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്ത് സൗകര്യപ്രകാരം കേൾക്കുകയും ചെയ്യാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായും ഈ വീഡിയോയുടെ ചുവട്ടിലെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. കൂടുതൽ വ്യത്യസ്തമായ വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.